വേർതിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സാൽമോൻ പി തോമസ് അവറുകൾ സാംസ് റീഡിംഗിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. സാംസ് നമ്പർ 5 5-ാം സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. 5-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. ഒടുവിലത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ, എന്റെ സങ്കടയാതന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതിയോട് പ്രവർത്തിക്കുന്നവരൊക്കെ നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം എന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാവുന്ന നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. ഞങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വ നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിക്കുന്നത്. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പരിഹരിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നീ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിചയമുണ്ടെന്ന പോലെ നിജയുണ്ട് അവനെ മറയ്ക്കും. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധവരെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിവിധ ഭവനങ്ങളില് വിവിധ സ്ഥലങ്ങളിലായിരുന്നു നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന യഹോവ നീതിമാനെ അനുഗ്രഹിക്കും. പരിചയമുണ്ടെന്ന പോലെ നിജയുണ്ട് അവനെ മറയ്ക്കും. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും എന്റെ കർത്താവ് നമ്മളെ സഹായിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പാൻഡമിക് സിറ്റുവേഷനിലും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വൈകി വിളിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. വീണ്ടും ഞങ്ങൾക്ക് സഭായവുമായി കൂടി വരുവാനും ദൈവത്തെ സ്തുതിപ്പാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് ഇടയാക്കിയതേൽക്കായി സ്തോത്രം ചെയ്യുന്നു. ലീഡിയുന്ന ദേവദാസനായ മറ്റു ദേവദാസന്മാർക്കായി അമ്മയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാസ്റ്റർമറ്റെയും കുടുംബത്തെ ഓർക്കുന്ന എല്ലാ ദൈവമക്കളെയും സഹോദരങ്ങളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുകയാണ് കർത്താവേ. ഈ ചെറിയ സങ്കീർത്തനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ വലിയ ആത്മിക ആലോചനകളെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തിരുക്കുറൾ ഞങ്ങളെ മറക്കണമേ. ദൈവാത്മാവിന്റെ നിയോഗത്തോടുകൂടി ആയിരിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ഉപവാസത്തിന്റെ 3-ാം ദിനത്തിൽ കർത്താവേ കൃത്യമായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. തിരുമുഖത്വം വെളിപ്പെടുത്തി കടപ്പിച്ച യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസേനയിലെ പ്രാർത്ഥനയോടും ദൈവസേന ധ്യാനത്തോടും കൂടി ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന കാരണക്കാരി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സഭയായി നമ്മൾ സഹായമായി കൂടി വന്നിരിക്കുന്ന ഈ രാത്രിയോടെ ദൈവത്തിന്റെ വലിയ കരം നമ്മളെ നടത്തി നമ്മളെ സഹായിക്കുന്ന കരമാണ്. ദൈവങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിലായിരിക്കാം. 5-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദാവീദിന്റെ മറ്റൊരു സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 4-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ 5-ാം സങ്കീർത്തനത്തിലും ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവിടെ എടുത്ത് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ആ സങ്കീർത്തനം തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള തന്റെ അഭേദ്യമായ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്ക് ഹല്ലേലൂയ ആ നിലപാട് വ്യക്തമാക്കുന്ന 3 വാക്യങ്ങളാണ് നമ്മളോട് വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. യഹോവേ, എന്റെ വാക്കുകളേക്ക് ചെവി തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. അപ്പൊ വാക്കുകൾ ധ്യാനമായിട്ട് മാറുവാൻ
തക്കവണ്ണം ഹല്ലേലൂയ ബന്ധങ്ങള് വളരെ ഊഷ്മളമാണ് ദൈവമായിട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുടർന്ന് പറയാണ്, എന്റെ സങ്കടയാതനയുണ്ട്. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ഓവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഭക്തൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ഒരു ഒരുക്കത്തോടുകൂടിയാണ്. ഹല്ലേലൂയ. ആ ഒരുക്കത്തോടുകൂടി കടന്നു വരുന്ന ആ ഭക്തനെ ദൈവത്തിന്റെ കരം എങ്ങനെ സ്പർശിക്കുന്നു എന്നാണ് നമ്മൾ ഈ രാത്രികാലം ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 4 തൊട്ട് 6 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തെ വിട്ട് മാറി നിൽക്കുന്ന ഒരുപിടി ജനങ്ങളുടെ രീതിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. സൗകര്യപ്പെട്ടതൊന്ന് വായിച്ചിട്ട് 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. ഈ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല, അഹങ്കാരികൾ നിന്റെ സന്നദ്ധയിൽ നിൽക്കയില്ല, നീതിയോടെ പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ പകയ്ക്കുന്നു, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും, രക്തപാതവും ചതിയുമുള്ളവനെ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഭക്തൻ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഭക്തൻ തന്റെ ജീവിതത്തിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ താൻ ദൈവവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ തനിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ശത്രു മണ്ഡലത്തെ അവിടെ നമ്മൾ ആ 3 വാക്യങ്ങൾ നമുക്ക് എടുത്തു കാണാൻ കഴിയുന്നുണ്ട്. ആ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നത് 9 തൊട്ട് 10, 9ഉം 10ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് 9ഉം 10ഉം. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ, തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ, നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. ഭക്തൻ ഒരു വിഷയത്തെ കാണുന്ന നിലപാട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശത്രുമണ്ഡലം പ്രബലമായി നിൽക്കുമ്പോൾ ആ ശത്രു എന്നോടല്ല ഹല്ലേലൂയ മത്സരിക്കുന്നത്, മറിച്ച ദൈവത്തോടാണ്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ദൈവത്തെ വിട്ട് മാറി നിൽക്കുന്ന, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാത്ത അനേകരെ കണ്ടുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഹല്ലേലൂയ വിഷമിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവരും ദൈവവുമായിട്ട് ആ കാര്യത്തിനകത്തൊരു തീർപ്പുണ്ടാവും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന ഭക്തൻ അതിനിടയിൽ പറയുന്നുണ്ട്. അത് 7ഉം 8ഉം വാക്യമാണ്. ഒന്ന് വായിച്ചട്ടെ 7ഉം 8ഉം വാക്യങ്ങൾ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭക്തൻ വിഷയത്തെ കാണുന്ന നിലപാട് വ്യത്യസ്തമാണ്. തനിക്കെതിരെ ഒരു ശത്രു മണ്ഡലമുണ്ട്. തന്നെ മുന്നോട്ട് വിടാതെ ഉടൻ തന്നെ ഹല്ലേലൂയ ഒതുക്കി വെക്കുന്ന ഒരു മണ്ഡലം അവിടെ നിലനിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഭക്തനെന്ത് കാണുന്ന എങ്ങനെയാണെന്നറിയാവോ? ഇതൊക്കെ നടന്നോട്ടെ, ഹല്ലേലൂയ ഇതൊക്കെ ചെയ്യുന്നവർ എന്റെ ഒപ്പമോ എനിക്ക് എതിരായിട്ടോ എനിക്ക് ചുറ്റുപാടുമോ ഒക്കെ നിലനിൽക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും. അതെന്താണോ? ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഏതൊക്കെ സിറ്റുവേഷൻ എങ്ങനെ കടന്നുപോയാലും, ഏത് സാഹചര്യം നമുക്ക് എതിരായിട്ട് വന്നെന്ന് പറഞ്ഞാലും ഭക്തന് പറയാനുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ആരാധന കുറയില്ല, എന്റെ പ്രാർത്ഥന കുറയില്ല, എന്റെ ജാഗരണം കുറയില്ല, എനിക്ക് ദൈവത്തോടുള്ള ഏകാഗ്രതയ്ക്ക് ഒരു കുറവും വരില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസത്തിന്റെ 3-ാം ദിനമാണല്ലോ. അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നത്. നമുക്ക് ഉപവാസത്തിന്റെ ആരംഭ ദിവസത്തില് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഏകാഗ്രപ്പെടുത്തും. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ 2-ാം ദിനത്തില് നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. എന്നാൽ 3-ാം ദിനത്തില് നമ്മൾ ദൈവികമായി ദൈവത്തിനെ വെച്ച വിഷയത്തിന്റെ ഒരു മറുപടിക്കാട്ടി ഈ രാത്രികാലങ്ങളായിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഏത് മണ്ഡലം നമുക്ക് എതിരായിട്ട് നിന്നെന്ന് പറഞ്ഞാലും, ഏത് സിറ്റുവേഷൻ നമുക്ക് എതിരായിട്ട് നിന്നെന്ന് പറഞ്ഞാലും നമ്മളെ സഹായിപ്പാൻ, നമ്മളെ വിടുവിപ്പാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. പ്രശ്നങ്ങളുടെ മേൽ, പ്രയാസങ്ങളുടെ മേൽ, പ്രതിസന്ധിയുടെ മേൽ ഹല്ലേലൂയ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ ഒരു ഭക്തനുള്ളത്രയും അധൈര്യം വേറെ ലോകത്താർക്കുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. രാത്രികാലം ഞാൻ പറയട്ടെ, പ്രശ്ന നിബിഡമായ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ആഴത്തട്ടിൽ ഒരു കാര്യം വളരെ വ്യക്തമായി സ്പർശിച്ചിരിക്കണം. നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. എന്നാൽ നമ്മുടെ നിലപാടാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പൊ പറയുകയാണ് എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. അപ്പോൾ ഈ ശത്രു മണ്ഡലം എനിക്കൊരു അനുഗ്രഹമായിട്ട് വരാൻ പോവുക. കാരണം കർത്താവ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് വേണ്ടി ഒരു പാത വെട്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം, നേരെയുള്ള ഒരു പാത. ഹല്ലേലൂയ. നമുക്കെതിരെ ചുറ്റുപാടും ആൾക്കാര് നമുക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, അത് ജോലി മണ്ഡലമാട്ടെ, ആത്മീയ മണ്ഡലമാട്ടെ, വ്യക്തി മണ്ഡലമാട്ടെ, ഭവനമാട്ടെ, എവിടെയായിരുന്നാലും അവിടെ അതിനിടയിലൂടെ തന്റെ ഭക്തന് വേണ്ടി ഒരു വഴി എന്റെ കർത്താവ് വെട്ടി തുറന്ന് മുന്നോട്ട് നയിക്കും. ഒന്ന് കരയുയർത്തിക്കാട്ടെ, സ്തോത്രം ചെയ്താട്ടെ, എന്റെ ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. ഈ രാത്രികാലം, ഈ 3-ാം ദിവസം ചില വിടുതലുകൾ പ്രാപിച്ച് നമുക്ക് ഹാലലൂയ ദൈവത്തിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഭക്തന് പറയാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിൽ നമുക്ക് പറയാണ്, എനിക്ക് ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? ലാസ്റ്റ് 2 വാക്യങ്ങള് 11-ഉം 12-ഉം. പ്ലീസ് ലോർഡ്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സിറ്റുവേഷനും നിൽക്കെ, എല്ലാ പ്രതിസന്ധിയും നിൽക്കെ ഹല്ലേലൂയ ഭക്തൻ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനിടയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തെ ആരാധിക്കും, എനിക്ക് ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തെ ആനന്ദിച്ചാർക്കത്തക്ക വിധം അവരിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ദൈവത്തെ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല, നീ നീതിമാനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അങ്ങനെ പലയിടത്തും ബിസിനസ്സുകൾ തകർച്ച നേരിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പലരുടെയും ജോലിക്ക് പ്രയാസം വരുമ്പോൾ, ജോലി ലഭിക്കാതിരിക്കുമ്പോൾ, പല വിഷയങ്ങളാല് ഞാനെങ്കിൽ ഭാരപ്പെട്ട് ഈ രാത്രികാലം ദൈവത്തിലായിരിക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവിന് രാത്രികാലം പറയാനുണ്ട്. ഇതിനിടയിൽ നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഉപവാസത്തിന്റെ 3-ാം ദിനത്തിൽ ഞാൻ പറയട്ടെ, ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ യാതനയോടെ ആയിരുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഈ രാത്രികാലം ചലിക്കും. അമേൻ. ചില കുടുംബങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്, ചില വ്യക്തി ജീവിതങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്. അമേൻ. അത് ചലിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ചില പ്രശ്ന നിബിഡമായ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ സങ്കീർത്തനക്കാരന്റെ ആകത്തുക മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധം ഏത് സിറ്റുവേഷനിലും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കീ വേഴ്സോട് വായിച്ചോട്ടെ. എന്റെ 3-ാം വാക്യം വീണ്ടും. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാവിലെ എന്നൊരു വാക്ക് നമ്മുടെ കാണുന്നത് ഏർലി അല്ലെങ്കിൽ മോർണിംഗ് ടൈം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രശ്നത്തിന്റെ ആരംഭത്തിൽ ഹല്ലേലൂയ ദൈവവുമായിട്ടാണ് ബന്ധം. ദൈവത്തിന് സ്തോത്രം. പ്രശ്നം വരുമ്പോൾ 10 പേരുടെ ആലോചന ചോദിക്കുന്നതിന് പകരം സ്വയം ഇരുന്ന് ഹല്ലേലൂയ പരിതാപപ്പെടുന്നതിന് പകരമായിട്ട് ആവശ്യമായിട്ട് ആദ്യം കടന്നു ചെല്ലുന്നത് ദൈവവുമായിട്ടാണ്. ഹല്ലേലൂയ. രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചെറിയൊരു ചിന്ത പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ രാവിലെ നിനക്കായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴമട വെളിപ്പെടുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധി ചെല്ലുമ്പോൾ ഒരുക്കുന്ന ഒരുക്കലല്ല, ദൈവസന്നിധി ചെന്നിരുന്നുള്ള ഒരുക്കലല്ല, ഒരുക്കി ദൈവസന്നിധി ചെല്ലുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരുക്കത്തോടുള്ള ഒരു അനുഭവം ആണ് ഭക്തരെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുക്കി കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾക്ക് ജീവിതത്തില് നമ്മൾ വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരുക്കങ്ങളിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം നമ്മൾ സമാധാന സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. ഹല്ലേലൂയ. ഈ 2 കാര്യത്തിന് വേണ്ടി നമ്മൾ പൊതുവിൽ ഒരുങ്ങുമ്പോൾ തന്നെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരുടെ ജീവിത മണ്ഡലങ്ങളിലെ ജീവിതത്തിന്റെ ബന്ധുമായിട്ട് ബന്ധപ്പെട്ട് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. ആ ഒരുക്കങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ ദൈവം പ്രവർത്തിക്കും? 65-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം വായിക്കാം. Psalm 65:9. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഒരുക്കി ധാന്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരുക്കി ചെല്ലുന്ന വ്യക്തിക്ക്, ഒരു ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുങ്ങി കാത്തിരിക്കുന്ന വ്യക്തിക്ക് ദൈവം ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ധാന്യം കൊടുക്കുന്നു. മീൻസ്
പ്രൊവിഷൻസ്. ഹല്ലേലൂയ. അവന്റെ ജീവിത മണ്ഡലങ്ങളില് രാത്രികാലം ഞങ്ങൾ പറയട്ടെ, ഇന്ന് ശബ്ദം കേൾക്കുന്നവര് ദൈവസന്നിധിയിൽ തങ്ങളെ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവൻ ഏത് പ്രശ്ന പാൻഡമിക് സിറ്റുവേഷനിലും തങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് അറിയാൻ കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ദൈവം ഒരുക്കി കൊടുക്കും. ഹല്ലേലൂയ. പ്രൊവിഷൻസ്, ധാന്യം ഒരുക്കി കൊടുക്കുന്ന ദൈവം. ഞാൻ അവിടെ നിന്ന് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ഭാഗത്തേക്കൂടെ 68-ാം സങ്കീർത്തനത്തിന്റെ 9-ഉം 10-ഉം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു, നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ആമേൻ. ഹല്ലേലൂയ. ഒരുക്കി വെക്കുന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇൻഹെറിറ്റൻസ്, അവകാശങ്ങള് നഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന അനുഭവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവിക അനുഭവം ദൈവത്തിന് സ്തോത്രം. അല്ലെ, രണ്ടാമത്തെ കാര്യം അതാണ് ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത് 132-ാം സങ്കീർത്തനം 17-ാം വാക്യം. 132:17. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും, എന്റെ അഭിഷേക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. അഭിഷിക്തന്റെ മേൽ ഒരു ദീപം ഒരുക്കി വെക്കുന്ന ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൂരിരുള് മൂടുമ്പോൾ, ഹല്ലേലൂയ, പ്രതിസന്ധികള് മൂടുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ടൊന്നും കാണാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് പാതയ്ക്ക് ദീപമായിട്ട് നമുക്കൊരു ദീപം ഒരുക്കി വെക്കുന്ന വലിയവനായ ദൈവം ദൈവത്തിന് സ്തോത്രം. അവിടെയൊക്കെ ഒത്തിരി നിന്ന് പറയേണ്ട വിഷയങ്ങളാണ്. ആമേൻ. എങ്ങനെ ആ ദീപം നമ്മുടെ ജീവിതത്തിൽ കത്തിക്കുവാൻ ഇടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്കൊരു ദീപം ഒരുക്കി വെക്കുന്ന ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കൂരിരുൾ തീങ്ങുന്ന വേളയിൽ, ഹല്ലേലൂയ, ഒരു ദീപമായിട്ട് നമ്മളെ നിലനിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കൊരു ദീപം ഒരുക്കി വെക്കുന്ന ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി 147-ാം സങ്കീർത്തനം 8-ാം വാക്യം. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നിലപാട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഭക്തനെ 4 തരങ്ങളില് ദൈവത്തിന്റെ കരം അല്ലെങ്കിൽ തിരിച്ച് ഹല്ലേലൂയ ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന്, പ്രൊവിഷൻസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ധാന്യം ഒരുക്കി കൊടുക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ഇൻഹെറിറ്റൻസ്, നമ്മുടെ അവകാശങ്ങളെ നമുക്ക് ഒരുക്കി തരുന്ന ദൈവം. മൂന്നാമതായിട്ട്, ഒരു ദീപം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവം. ആ ദീപത്തിന്റെ മണ്ഡലം വളരെ വലുതാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളില്, നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങളില്, നിങ്ങളുടെ കുടുംബ മണ്ഡലങ്ങളില് എല്ലാം വ്യാപരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളെ എല്ലാം ഭേദിക്കുന്നതാണ്. ഇരുട്ടിന്റെ എല്ലാ മണ്ഡലങ്ങളെയും ഭേദിക്കുന്നതാണ് ദീപം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാലാമതായിട്ട്, നിങ്ങളുടെ മേലൊരു അനുഗ്രഹം പകരുവാൻ കഴിയുന്ന ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുക്കി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരുക്കത്തോടെ നമ്മളായിരിക്കുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കർത്താവ് 4 മണ്ഡലങ്ങളില് ഒരുക്കി തരുവാൻ ശക്തനാണ്. ഒന്നെന്താണെന്ന് അറിയാമല്ലോ? ദൈവത്തിന് സ്തോത്രം. പ്രൊവിഷൻസ്. ഹല്ലേലൂയ. ആമേൻ. ദൈനംദിന ജീവിതത്തില് നമ്മൾ താളടിയായി പോകാതെ വണ്ണം, നമ്മൾ തകർന്നു പോകാതെ വണ്ണം നമുക്ക് തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. നമ്മുടെ അവകാശങ്ങളെ നമുക്ക് തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രികാലം അവകാശമൊക്കെ ഹല്ലേലൂയ ദിവസം ലേറ്റുകൊണ്ടത് ഒന്ന് സ്തോത്രം ചെയ്ത് അവകാശം പറഞ്ഞതെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അതിന്മേൽ തൊടുവാൻ ദൈവം ശത്രുവിനെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമുക്കൊരു ദീപം ഒരുക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ. ഈ കോവിഡ്-19 സിറ്റുവേഷനില് ഉപവാസത്തിന്റെ 3-ാം ദിനത്തിൽ ഞാൻ പറയട്ടെ, ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകും, ഇനിയും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന ആരും പേടിച്ച് ഭാരപ്പെടേണ്ട. നീ ഭക്തനാണെങ്കിൽ, നീ ഭക്തിയാണെങ്കിൽ, നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദീപം നിന്റെ മുമ്പിൽ കത്തും. ഹല്ലേലൂയ. 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 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാലാമതായിട്ട്, നിന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് ശക്തനാണ്. ഏത് ഘട്ടത്തിലും എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്ന രീതി രാത്രികാലം ഒന്ന് ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ധാരാളം സന്ദർഭങ്ങളെ എടുത്ത് പറയാനുണ്ട്. ഞാനൊരു ചുരുങ്ങിയ സന്ദർഭം കൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 23-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 55 and 56. ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയണം. ഹല്ലേലൂയ. ശബത്തിനെ പറ്റി പറയണം, ശബത്തിന്റെ സ്വസ്ഥതയെ പറ്റി പറയണം, ആ ശബത്തിനെ അത് പാലിക്കുന്നതിന്റെ രീതിയെ പറ്റി പറയണം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതാ ചില സഹോദരിമാര് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഗലീലയില് നിന്ന് അവനോട് കൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കണ്ടതെല്ലാം മനസ്സിലാക്കി, എന്നിട്ട് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. കണ്ടതെല്ലാം കണ്ടു, എല്ലാം കണ്ടിട്ട് മടങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
59 വാക്യം 56 വാക്യം ഒന്നും വായിച്ചിട്ട് സോറി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശുവിനെ ക്രൂശിച്ച സാഹചര്യം ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ അടുത്തോട്ട് പോലും ചെല്ലുവാൻ ആരെയും അനുവദിക്കാതെ വണ്ണം അകറ്റി മാറ്റിക്കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, റോം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പടയാളികൾ ശക്തമായ രീതിയിൽ ആമേൻ അല്ലയോ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് യേശുവിനെ ക്രൂശിക്കുമ്പോൾ ആമേൻ അല്ല അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാധാരണപ്പെട്ട് പുറയിൽ പിന്നിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യേശുവിന്റെ മരണം സംഭവിച്ചു, അടക്കവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ മനസ്സിലാക്കലിൽ നിന്ന് ഒരു 2-3 കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അവർക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാനിടയായി തീരും. രണ്ടാമതായിട്ട് അവർക്കൊരു ഹല്ലേലൂയ ഒരു നിരാശ ഉണ്ടാകുവാനിടയായി തീരും. മൂന്നാമതായിട്ട് അവർക്ക് ഉണ്ടാകാനിടയുള്ളത് ഭയമാണ്. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ അവരെ മൂടുവാനിടയുണ്ട്. കാര്യം എന്താണ്? അവരുടെ നാഥനും കർത്താവുമായ യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞു. അവരുടെ നാഥനും കർത്താവുമായ യേശുവിനെ അമ്മനല്ലോ അടക്കം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് പോകട്ടെ. ഹല്ലേലൂയ. കാര്യങ്ങൾക്ക് ഒരു മറുപടി ഇല്ലാതെ കാര്യങ്ങൾ ഇനി അടഞ്ഞു നിൽക്കുകയാണ്. ഇനി അതിനൊരു പ്രതീക്ഷയില്ല. ഇനി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. മാത്രവുമല്ല, എതിർത്ത് നിൽക്കുന്ന ഒരു വലിയ പട്ടാളത്തിന്റെ ഒരു വലിയ തലം അവിടെ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ നിലത്തിൽ നിന്നുകൊണ്ട് എന്ത് പറയാൻ കഴിയും, എന്ത് സംസാരിക്കാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ആ സഹോദരിമാരെ ചിലതെല്ലാം ഒരുക്കുവാനിടയായി. എല്ലാം പ്രതികൂലമാവുമ്പോൾ, എല്ലാം പ്രശ്നമാവുമ്പോൾ, എല്ലാം കൺഫ്യൂഷൻ ആവുമ്പോൾ, എല്ലാം ഒരു പാൻഡമിക് സിറ്റുവേഷനിലേക്ക് നീങ്ങുമ്പോൾ ഹല്ലേലൂയ എന്റെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇതാണ് ഏറ്റവും മഹനീയമായ അനുഭവം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് ഏറ്റവും ഹല്ലേലൂയ ദൈവം നോക്കുന്ന കാലഘട്ടമായിട്ട് ഈ പാൻഡമിക് സിറ്റുവേഷൻ മാറാൻ പോകുകയാണ്. ഈ പ്രശ്നഘട്ടത്തില് എന്റെ പൈതൽ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? പാനിക്കായിട്ട് മാറിയോ? ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി നിന്നോ? ഇല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കുറച്ചോ, ഉപവാസം കുറച്ചോ, അല്ലെങ്കിൽ ഹല്ലേലൂയ ആരാധന കുറച്ചോ? എന്താ ഹല്ലേലൂയ സംഭവിക്കുന്നത്? മറിച്ച് ചില ഒരുക്കങ്ങൾ നടക്കുകയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഭവനാന്തരീക്ഷങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ആമേൻ. ഒരുക്കുന്ന ആ സൗകര്യമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അവരെന്താണ് ഒരുക്കുന്നത്? സുഗന്ധവർഗം ഒരുക്കുകയാണ്, പരിമള തൈലം ഒഴുക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ പ്രതീക്ഷയുടെ മാക്സിമത്തിൽ പോയിട്ട് എന്റെ യേശുവിനെ കാണുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്നോട് വാക്ക് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ കർത്താവ് ആണെങ്കിൽ ആ വാക്ക് പാലിക്കുന്ന ഒരു കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടെന്ന് രാത്രികാലം അറിഞ്ഞുകൊള്ളണം. ആയതുകൊണ്ട് പ്രശ്നം ഏറ്റവും മൗണ്ട് ചെയ്യുമ്പോൾ, പ്രശ്നം ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലുതായിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി ഒരു ഒരുക്കം ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരുക്കി കാത്തിരുന്നുകൊണ്ട് നമ്മൾ കാണാൻ കഴിയുന്ന 24-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കാം. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് കഴിഞ്ഞ ദിവസം ആമേൻ ഹല്ലേലൂയ കല്ലറയിൽ വന്നിട്ട് ആമേൻ ഹല്ലേലൂയ അത് ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയവരാണ്. ഹല്ലേലൂയ. വലിയ ഉറപ്പോടെ ഇമ്പീരിയൽ മുദ്രയോട് അതെല്ലാം അടച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന കല്ലറയുടെ മുമ്പിലേക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധികാലത്ത് നമ്മൾ പല ഭാഗങ്ങളും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ചിലടത്ത് ഇതിലൂടെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്നാണ്. ഹല്ലേലൂയ. അവരെ ദൈവം ഈ കല്ലറയ്ക്ക് അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവരൊരുക്കിയ സുഗന്ധവും പരിമള തൈലവുമായിട്ട് കടന്നു വരുമ്പോൾ അവർക്ക് അവരുടെ നാഥനുമായിട്ടുള്ള ബന്ധം ഈ പ്രശ്നഘട്ടത്തില്, ഈ പ്രതികൂല ഘട്ടത്തിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ പറ്റി ആഗ്രഹിക്കുന്ന ഇതാണ്. എത്ര പ്രശ്നമുണ്ടോ, എത്ര പ്രതികൂലമുണ്ടോ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം കുറഞ്ഞു പോകരുത്. ആമേൻ. അല്ലേ സഹോദരക്കാരൻ പറഞ്ഞു, നിന്നോടല്ലോ ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആമേൻ ഹല്ലേലൂയ. കാരണം അഭേദ്യമായ ബന്ധങ്ങൾ. ഹല്ലേലൂയ. നമുക്കൊരു അഭേദ്യമായ ബന്ധം നമ്മുടെ കർത്താവുമായിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മള് സാഹചര്യങ്ങൾക്കനുസരിച്ച് പത്രോസിനെ പോലെ ദൂരവേ യാത്ര ചെയ്യുന്നവരാണോ, തള്ളി പറയുന്നവരാണോ? ഹല്ലേലൂയ. അതോ ഹല്ലേലൂയ പ്രശ്നഘട്ടത്തില് കൂടെ നിൽക്കുന്ന അനുഭവമാണോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സൗകര്യം അരുത് കണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ സുഗന്ധവർഗവും പരിമളതയിലും ആ കാലഘട്ടത്തിലെ ഹല്ലേലൂയ ചടങ്ങുകളും കാര്യങ്ങളും അനുസരിച്ചിട്ടെല്ലാം ഒരുക്കി എന്റെ കർത്താവിന്റെ കല്ലറയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുക്കി കൊണ്ട് വന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തത് നമുക്ക് താഴോട്ടൊന്ന് വായിക്കാൻ. 2-ാം വാക്യത്തോട് വായിച്ചാട്ട്. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു.
ആമേൻ, ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ പ്രതികൂലമായിട്ട് നിന്നിരുന്ന കല്ലിന്റെ അവസ്ഥ ഉരുട്ടി കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരുക്കി വന്നിരിക്കുന്ന എന്റെ സഹോദരിമാർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുന്ന ഒന്നാം മണ്ഡലം കല്ല് ഉരുട്ടി കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കോ, നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളിലോ വ്യക്തി മണ്ഡലങ്ങളിലോ അമ്മ തടസ്സമായിട്ട് നിൽക്കുന്ന ചില കല്ലുകള് ഈ ദിവസങ്ങളിൽ ഉരുട്ടി മാറാൻ പോവുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചോട് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ട് കണ്ടു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി എന്റെ നാലാം വാക്യം. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. അമ്മ യേശുവിന്റെ ശരീരം കാണാതിരിക്കുമ്പോൾ അവർ മാനസികമായിട്ട് പരിഭ്രമിച്ചു. എന്നാൽ ഹല്ലേലൂയ, പെട്ടെന്ന് അവരുടെ മുമ്പിൽ 2 പുരുഷന്മാർ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളില് ചില വിടുതലുകള് കല്ലുകൾ ഉരുട്ടി മാറുക മാത്രമല്ല, നിന്നോട് കൃത്യമായിട്ട് സംസാരിക്കുവാനായിട്ട് ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാവും എന്ന് രാത്രികാലം മറന്നുപോലെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനായിട്ടുണ്ട്. ദൈവത്തിനുവേണ്ടി ആവശ്യ കാര്യങ്ങളെ വ്യക്തികളെ ഒരുക്കുന്ന ദിവസങ്ങളാണ്. 2 പുരുഷന്മാരെ ദൈവം ഹല്ലേലൂയ പ്രിയ സഹോദരിമാരോട് സംസാരിക്കാനായിട്ട് അവിടെ ഒരുക്കിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അടുത്ത വാക്യം വായിച്ചോട്ടെ. അവൻ ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവരവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മഹനീയമായ സുവിശേഷം ഹല്ലേലൂയ പ്രിയ സഹോദരിമാരുടെ കാതിലെത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഒരുക്കി കാത്ത് ഏർലി മോർണിംഗില് എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് ഈ ഇരുട്ടിന്റെ യാമത്തില് ഏർലി മോർണിംഗില് എന്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവിന്റെ കല്ലറയിലേക്ക് കടന്നു വരുന്ന ഈ സഹോദരിമാരെ നിരാശപ്പെടുത്തുന്നതല്ല അവിടെ സംഭവിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എതിരായിട്ട് നിൽക്കുന്ന, തടസ്സമായിട്ട് നിൽക്കുന്ന കല്ലിന്റെ അവസ്ഥ ഉരുട്ടി മാറ്റുന്ന അനുഭവമാണ്. രണ്ടാമതായിട്ട് ലഭിക്കാൻ കഴിയുന്നത് നിന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ വാർത്ത നിന്റെ ചെവിയിൽ എത്തിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുന്നു. ഒരു സ്തോത്രം ചെയ്താട്ടെ. നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. യുവാസിന് 3-ാം ദിവസം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രതിസന്ധികളും നിൽക്കെ, എല്ലാ പ്രയാസവും നിൽക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ എന്റെ കർത്താവിന് വേണ്ടി ഒന്ന് ഒരുക്കി കാത്തിരുന്നാൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചിലതെല്ലാം ചെയ്യും. യെസ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രതിബന്ധങ്ങളെ ഉരുട്ടി മാറ്റി. ഹല്ലേലൂയ. അവിടേക്ക് നിനക്കൊരു മെസ്സേജ് തന്ന് അമ്മ മാത്രമല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിനക്കൊരു ഹല്ലേലൂയ ഒരു സുവിശേഷം, ഒരു സുവാർത്തത്തിന്റെ കയ്യിൽ തരികയാണ്. ഇനി അതിന്റെ അമ്മ 9-ാം വാക്യം വായിച്ചാണ്. 9-ാം വാക്യം. അവരവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാനുള്ള വലിയ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഗുരുവാക്യത്തിൽ എന്താണ് വായിച്ചത്? ആമേൻ, ഹല്ലേലൂയ. രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ഹല്ലേലൂയ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. അനുകൂലമായ സാഹചര്യങ്ങളല്ല, പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. ഹല്ലേലൂയ. ആ സഹോദരിമാരുടെ ഹൃദയത്തില് നിരാശ മൂടി ഭവനത്തിൽ ഒറ്റയ്ക്കിരിക്കേണ്ടതിന് പകരം ഹല്ലേലൂയ അവര് അറിഞ്ഞപ്പോൾ ചില ഒരുക്കങ്ങൾ നടത്തുവാനിടയായി തീർന്നു. ചില ഒരുക്കങ്ങൾ എന്തായിട്ട് മാറി? ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴമായിട്ട് മാറി. അതെന്തായിട്ട് മാറുവാനിടയായി തീർന്നു? ഹല്ലേലൂയ. തന്റെ ജീവിതത്തില് ഹല്ലേലൂയ ഏറ്റവും വലുത് അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. സുവിശേഷത്തിന്റെ ഹല്ലേലൂയ ആ വലിയ ദൗത്യം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് എന്റെ കർത്താവ് മരിച്ചെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റുന്നുള്ള ആ സുവിശേഷം പ്രിയ സഹോദരിമാരുടെ കാതുകളിൽ എത്തുവാൻ മാത്രമല്ല അവരെ മറ്റുള്ളവരെ അറിയിക്കുവാനിടയായി തീർന്നു. എത്ര മഹനീയമായ അനുഭവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സാഹചര്യം വെച്ചിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ കഴിവ് വെച്ചിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. എത്രമാത്രം നമ്മൾ ദൈവത്തോട് വിധേയപ്പെടുന്നു അദ്വൈസിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല അവിടെ കൊണ്ടും കാര്യം തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം ആമേൻ, ഹല്ലേലൂയ 10-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 16 വരെ വായിച്ച് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ 20-ന്റെ 14 തൊട്ട് 16 വരെ. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്നറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് അവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു.
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഡയറക്റ്റ് ഇന്റർവെൻഷൻ തന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാനൊന്ന് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന കർത്താവല്ല. ഹല്ലേലൂയ. എന്റെ കർത്താവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുമ്പോൾ ആമേൻ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവമുണ്ട്. അവിടെ കരത്തിൽ കണ്ടിട്ട് എന്റെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, മറിയേ, ഹല്ലേലൂയ. ദൈവത്തിന് അവൾ നാളുകളായിട്ട് കാത്തിരുന്ന ഒരു വിളി അവിടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ കൺഫ്യൂഷൻ തീർന്നു. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ, അവിടെ ആ പ്രതിസന്ധി തീർന്നു. ഹല്ലേലൂയ. അവിടെ ആ നിരാശ തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ ഉപവാസത്തിന്റെ 3-ാം ദിനത്തില് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുണ്ട്. എല്ലാ കണ്ണുകളൊന്നും അടച്ചാട്ടെ. നമുക്ക് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ദൈവം, അവർക്ക് പ്രൊവിഷൻസ് ഒരുക്കി കൊടുക്കുന്ന ദൈവം, അവർക്ക് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇൻഹെറിറ്റൻസ് ഒരുക്കി കൊടുക്കുന്ന ദൈവം, അവർക്കൊരു ദൈവം ഒരുക്കി കൊടുക്കുന്ന ദൈവം, അവർക്കൊരു അനുഗ്രഹം ഒരുക്കി കൊടുക്കുന്ന ദൈവം തന്നെ. വിശ്വാസത്തോടെ എന്റെ കർത്താവിനെ അടുത്ത് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, ഒരുക്കത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ നിരാശപ്പെടുത്തുകയില്ല. മാത്രമല്ല, ചില പ്രതിബന്ധങ്ങൾ മാറാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ചില പ്രതിബന്ധങ്ങൾ കല്ലുരുട്ടി മാറ്റുന്ന അനുഭവം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, നിന്നോട് കൃത്യമായിട്ട് ഇടപെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. 3-ാമതായിട്ട് നിന്റെ മേൽ പകരുന്ന ദൈവത്തിന്റെ സുവിശേഷം. 4-ാമതായിട്ട് ആ വാർത്ത നിനക്കറിയിക്കാനുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രത്യേകമായ നിയോഗം. ഹല്ലേലൂയ. 5-ാമതായിട്ട് നിന്നോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന യേശുവിന്റെ സാന്നിധ്യം. ഈ 3-ാം ദിനം ഒരു വിടുതൽ എല്ലാ ജീവിതങ്ങളിലും ഒന്ന് വ്യാപരിക്കട്ടെ. ഭവന ബന്ധനങ്ങള്, വ്യക്തി ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ആ കല്ലുകൾ ഉരുട്ടി മാറട്ടെ. അവിടേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഈ ഉപവാസത്തിന്റെ 3-ാം ദിനത്തില് ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ വലിയ ഹല്ലേലൂയ പദ്ധതി രാത്രികാലം ഒന്ന് വെളിപ്പെടട്ടെ. വിശ്വസിക്കൂ, ഏത് പ്രതിസന്ധിയിലും പ്രവർത്തിക്കുന്ന വലിയവനായ ഒരു ദൈവമുണ്ട്. പക്ഷെ ദൈവത്തോട് നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കട്ടെ. പ്രതിസന്ധിയിൽ അത് കൂടട്ടെ. ദൈവത്തിന് വേണ്ടി കൂടുതൽ ചെയ്യട്ടെ. ദൈവം അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശുദ്ധരെ ചേർന്ന് ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനയോർത്ത് ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ കർത്താവ് വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Now we will have the English song. Brother John Chacko will lead us in singing. Praise Lord. Praise Lord. ശേഷം കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യം നിൽപ്പാൻ ദൈവം എന്റെ ജീവിതത്തിൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയില് കുഞ്ഞും റോസ്ലിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ആന്റിയും നാട്ടിൽ നിന്ന് വരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the near-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb seated on the throne. Crown you now with many crowns, you reign victorious, high and lifted up. Jesus, Son of God, darling of heaven, crucified. Worthy is the Lamb
Worthy is the Lamb. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came, and care amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness I embrace. Worthy is the Lamb seated on the throne. Crown you now with many crowns, you're a victorious. High and lift up, Jesus, Son of God, darling of heaven, crucified. Worthy is the Lamb. Worthy is the Lamb. Worthy is the Lamb. Seated on the throne. Crown you now with many crowns. You're a victorious. High and lifted up, Jesus, Son of God, darling of heaven, crucified. Worthy is the Lamb, worthy is the Lamb. Thank you, Brother John Chaco. May God bless you. Now we will have the English message. Our dear brother Edison will deliver the message. Praise the Lord. Okay. Praise the Lord. I would like to thank the Lord and the church for giving me this opportunity. I would like to take a few minutes and I would like to share a small thought. Before that, I would like to read a verse from Psalms chapter 16, verse 8. Psalms chapter 16, verse 8. I have set the Lord always before me, because he is at my right hand, I shall not be moved. I'll just read the verse in Malayalam as well. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. So when I started reading this verse, initially I thought it's a bit contradicting. I mean, it doesn't match with the first and the second line, because David says here, I've set the Lord always before me, and the second line it says he is at my right hand. So I was thinking, is it really in front of David or at the right hand side? So but when you actually look at the line, look at the verse, you have to study it in two separate ways. First, we have to look at the first version of that verse. I have set the Lord always before me. So in this verse, we can see that David have always set the Lord in front of him, not anywhere else. So when you place somebody in front of you, you always tend to look up to him. Whenever as a Christian, when you open your eyes, when you go to work, when you go to school, when you travel anywhere, if Christ is in front of you, if the Lord is in front of you, you tend to follow the Lord. You don't tend to deviate from your path or go anywhere else. And it shows that Lord act as a leader or a guide or someone who David can look up to every day. And I would like to share an example or a small story about a teacher and a student. The teacher and student, they were climbing a mountain. The mountain, take for example Mount Everest. So they were climbing, and there was heavy wind. The snow was falling.
they were keep going higher and higher every minute. And when they were about to reach the top destination, the teacher was telling the student, uh, the the coming steps, or when we are going forward, it's going to get even more dangerous. The wind is blowing hard. You have to take every step very carefully. We can even die at this moment, so be very careful. So to take every step carefully. The answer from the student really amazed me. The student replied back to the teacher saying, I'm not worried about the steps I'm taking, because I'm just stepping on your footsteps and I know I'll be safe. So the student was actually stepping on every step the teacher was taking. So the student knew that whatever step he is taking, he will be safe. It's actually the teacher who needs to be cautious. So in this example, we can see like the student is actually following. His eyes is always on the teacher, and he knows when he's trusting the teacher, he'll not be in danger. And in the same situation, we can take another example. During a war or something, a war is always led by a king, and the king will always be at the front of the line, and the soldiers will always be behind. And it's always a motivating factor for the soldiers that the king is leading them, and they have a true master who is taking over the war and everything. So the soldiers, imagine if a war is led without a king, the soldiers will have no clue how to go forward or how to fight the enemy that is coming towards them. So a king always acts as a leader and a protector and a savior, and David is exactly putting the Lord in the right position, always in front of him. And let's take an example from the Bible. Let's turn our attention to Exodus chapter 13, verse 21. Exodus chapter 13, verse 21. It says, and the Lord went before them by day in a pillar of a cloud to lead them the way, and by night in a pillar of fire to give them light, to go by day and night. So we all know this example where the Lord is helping the Israelites, saving them from Egypt and leading them to Israel. So here we can see the Israelite, when they left Egypt, they had no clue where they were going. They have never seen Israel. They don't know this country. Moses came and told them, okay, God has saved you. You have to follow the Lord and you have to follow me, and he will help us. So Israelites are clueless here. They're just trusting in the Lord, and they're just leaving Egypt. And in Exodus chapter 3, verse 8, it says, and I come down to deliver them out of the hand of the Egyptians, and to bring them up out of that land unto a good land, and a large unto a land flowing of honey and milk. So when God actually says these things, God is not telling them to go from point A to point B without any direction. It's not like God tell Israel, okay, I've saved you from Israel, now you figure out. I've saved you from Egypt, now you figure out how to reach your destination. It's not like God is leaving them and telling them to figure out how to reach the promised land. God is with the Israelites at every point. Each and every point of their life, God is with them as a protector, as a shield, as a stronghold. That's only because he's a good father and he's a good leader. And this is the example that we can see from this part. And David in Psalms, he explains why he put God in front of him for everything, because his eyes are not into anybody else. He doesn't trust in humans. He doesn't take advice from anybody else. He directly, for any action in his life, he always go to the Lord and he asks for advice. That's his biggest strength. And the God himself will set a path, and he will tell David, this is the path, you can go through this way. And David completely trusts him in this. As Christians, we lack this kind of commitment on our daily life, because we don't trust Lord 100%, or we tell Lord, God, I have this plan in my mind, and these are the paths, I want to go this way, so you shouldn't be an hindrance. You shouldn't block the way so that my whole plan is ruined. This is our way. We tell God what we want, what path we have to take.
or how God has to change his ways to, accommodate our ways. So, and this is completely wrong. So when David trusts God in choosing his path or his way, he's 100% putting his trust on God, and he has that commitment in his life. And we can see, now we can see that God is in front as a protector, and on the right hand side he is a stronghold. So sometimes we have this question like, what if the enemy comes from the behind or any other direction? Okay, God is at the front, he's on my right hand side. What if the enemy comes from the back? There is a clear example in Bible as well, in the same chapter, in Exodus chapter 14 verse 8. It says that, and the Lord hardened the heart of Pharaoh, king of Egypt, and he pursued after the children of Israel. So when Pharaoh came to know that Israelite got freed from Egypt and their God is taking them to a promised land, he was angry, and he wanted to chase down Israelite, and he wanted to bring them back. So the enemy is following them. At this point, enemy is following them, and Israelites were complaining to Moses again, you freed us from Egypt, but we are stuck here again in front of this sea, and enemy is following us. What are we supposed to do? We don't know where should we go. And Moses replies in chapter 14 verse 14. He replies, Moses says, the Lord shall fight for you, and he shall hold your peace. So and after he says this, in verse 19, Exodus chapter 14 verse 19, and the angel of God, which went before the camp of Israel, removed and went behind them, and the pillar of the cloud went before their face and stood behind them. So it clearly shows that even though God was leading them throughout these time, when the enemy was coming from the behind, he suddenly changed his position and went behind Israelite and stood as a protective shield, even from behind as well. So here we can see that it doesn't matter which direction enemy comes from. It doesn't matter what all troubles comes in whichever way, but it clearly says that God himself will move to that path, and he will save us, and he will protect us from all those hindrances. I would like to conclude my word by saying that whatever happens in our lives, whatever problems we face in our life, we all have to trust Lord as a protector, as a shield. He will be always in front of us as a shield, and he'll be on our right hand as a stronghold, so that we don't have to worry. We don't have to get up every day. In these situations, we always worry every day, thinking that what will happen, what is my future, what is my path. So just as David sees, just put Christ in front of you for any situation at any point. He will help you, and he will be with you. And thank you, and God bless you all. Thank you, Brother Edison, for your wonderful and encouraging message. May God bless you. Now we will have the announcement session. Secretary